ആരക്കോട് ചമരലർകളിൽ മഹാപ്രപഞ്ചമ പൊങ്കും കതിച്ചിട്ട് അപ്പോർക്കളത്ത് തപ്പോട് കുതിരകൾ അപ്പോർക്കളത്ത് തപ്പോട് കുതിരകൾ കൃഷ്ണാവർണ്ണ മുടലിടപടിവ് അടലിടെങ്കും പുഷ്കാരത്ത് പത്രേടകൾക്ക് കൊക്കവി തെളിവൊളി ഹമ്മലയിൽ തുടരുകൾ പള പള തനി ബിന്ദും ഹമ്മലയിൽ തുടരുകൾ പള പള തനി ബിന്ദും വിത്ത് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം രാവിലെ തന്നെ ഒരു വ്ളോഗ് എന്ന് വിചാരിച്ച് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഉമ്മല്ല. അപ്പം ഇനി ചോറ് മാത്രം വെക്കാനുള്ളൂ. കൂട്ടാനായി ഉപ്പേരി ഞാൻ ചായ കുടിച്ചിട്ടോ. മറ്റൊരു രാവിലെ വെച്ച് ചിലപ്പോൾ പിന്നെയും കിടന്നു പിന്നെ നീച്ചിയില്ല. അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നോമ്പാവാനായി എല്ലാവരും വലിയത്തെ പണിയും കാര്യമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തട്ടി നീട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീളും. എടുത്തു കഴിഞ്ഞാൽ പണിയില്ല, എടുക്കാനാണ് മടി. അപ്പം ചോറിനുള്ള പരിപാടിയൊക്കെ വേഗം കഴിച്ച് പരിപാടികളൊക്കെ പെട്ടെന്ന് ചായയും കുടിച്ച് ഞാൻ അപ്പോൾ തട്ടിക്കൊട്ടാൻ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു. കാര്യമായിട്ട് ഞാൻ ഇടയ്ക്ക് അടിച്ചു വരുമ്പോൾ ചൂടായിട്ട് ഇങ്ങനെ എല്ലോടും കയറി ഇങ്ങനെ തട്ടലുണ്ട്. അതുകൊണ്ട് മാറാലായിട്ടുണ്ടാവില്ല. നാളെ തട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച പണി ഉണ്ടാവില്ല, പക്ഷെ തട്ടി കഴിഞ്ഞാലക്കാരം ശരിക്കില്ല പണി. അപ്പോൾ ഞാൻ മാറാലവടി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ചൂല അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. അത് ഉറങ്ങണം. അപ്പം ഇനി എനിക്കെന്താന്ന് വെച്ചാൽ ഈ അലർജി ഉള്ളവർക്ക് അറിയാക്കാരം തട്ടിക്കൊട്ടൽ വൈകുന്നേരം ശ്വാസത്തിന് ഭയങ്കര അടങ്ങേറും ഇതൊക്കെ ഉണ്ടാവും. കാരണം പൊടി വലിച്ചേറ്റുന്നതുകൊണ്ട് മൂക്കുകൂടെ കണ്ണോട് നല്ല അടങ്ങേറുണ്ടാവും. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കണ്ണ് ചൊറിച്ചിലും കാര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതാലോചിച്ചിട്ട് നല്ലതുണ്ട്. അപ്പം മാസ്കും കാര്യമൊക്കെ അല്ലെങ്കിൽ മാസ്ക് ഉണ്ടോ കേട്ടോ, അല്ലെങ്കിൽ വല്ല ഷാളോ കെട്ടിയിട്ട് തട്ടൽ തുടങ്ങട്ടെ ആദ്യം. അപ്പം ഇനി തട്ടലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. കഴിയുമ്പോൾ സമാധാനമാണ്. തട്ടിക്കൊട്ടൽ കഴിഞ്ഞ് പിന്നെ ജനലൊന്നും തുടച്ചാൽ പോലെ സിറ്റ് ഔട്ട് ഇങ്ങനെ തട്ടാം. കാർപോച്ച് പിന്നെ നല്ല ഐറ്റം ചെറിയ പണി കൊണ്ട് തട്ടിച്ചേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 9 മണി ആവണുള്ളൂ കേട്ടോ. ഇതിൽ 10 മുന്നേ കാണാം 8:15. അപ്പം ഇനി പോയി തട്ടട്ടെ. അപ്പോൾ ഏകദേശം മാറാല തട്ടല് അടിച്ചോരി എല്ലാം ഇതാക്കിയിട്ട് ഇവിടെയൊക്കെ വലിച്ചു വാരി കിടക്കുകയാണ്. സോഫേൻ്റെ പേര് കർട്ടനാളൊക്കെ ഊരിയിട്ട് തിരുമ്പാൻ വാഷിംഗ് മെഷീൻ അവിടെ കൊണ്ടുപോയിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാ റൂമും തട്ടിക്കൊട്ടലും. അതിപ്പോൾ നീച്ചയാണ്. തട്ടിക്കൊട്ടലും കാര്യമൊക്കെ കഴിഞ്ഞ് ഫ്രെയിമുകളൊക്കെ ഒന്ന് എടുത്തിട്ട് തുടക്കാണ്ട്. അതേമാതിരി ബാത്റൂമത്തെ മാറാലും കാര്യമൊക്കെ തട്ടി ഇനി തിരുമ്പാല്ലേ കൊണ്ടുപോയി തിരുമ്പാണ്ട്. ചായ ഉണ്ടേ തെറ്റിയേക്ക് കേട്ടോ. അവിടെ ചായ ഉണ്ടേ മാണ്ടെങ്കിൽ വേണ്ട മാണ്ടേ. അവൻ ഞാൻ ചായ എടുക്കട്ടെ. ഞാൻ തരൂല ചായ. ഇവിടെ ഒരാള് വാദിക്കുന്ന വന്നിക്കണ്. ഞാൻ അടിച്ചു ഒരു ഇതാക്കിയിട്ട് നേരം എന്താട്ടി തിരുമ്പാനിറങ്ങി. എന്നിട്ടാ കർട്ടനാളും കാര്യമൊക്കെ വലിച്ചിട്ട് തിരുമ്പി ചെറിയപ്പം ഇനി ജനലും വാതിലൊക്കെ തോത്തിത്തരാൻ വരും അല്ലേ? ഇല്ലേ പിന്നെന്താ കൊയങ്ങള് സ്റ്റെപ്പ് പറഞ്ഞ് ഞാനിപ്പോ എവിടുന്ന വിളിച്ചോണ്ടെന്ന് വിചാരിച്ചാല് ആ താഴത്തുനിന്ന് ഇപ്പൊ ഏകദേശം ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിന് തുണിയൊക്കെ മടക്കുത്തിയൊരു ലെവല്. നല്ല വെയിലുണ്ടേ. ഞാൻ പറയണല്ല. ഞാൻ പിന്നെ മൈരുബാങ്ക് കൊടുക്കോളും മണികാരം എന്തേ ഞാൻ കല്യാണം കല്യാണല്ല അതൊന്നും 1 വയസ്സായപ്പോണ്ട്. 5 കൊല്ലൊന്നുമില്ല, 2-3 കൊല്ലം. കീറാതെ കിട്ടിയല്ലേ. അല്ല ഇഞ്ഞോണ്ട് കട്ടനാള് തരാനേ. നിങ്ങള് കാത്തക്ക് നിങ്ങളൊന്ന് തോരിട്ടല്ലേ. ഞാൻ അത് മേലേക്ക് വെച്ചരാൻ പറഞ്ഞ ഭയങ്കര കനുണ്ടേനി.
ആ കത്തനാള് ഇനി എത്ര ആയാലുണ്ട്? ആ 2 പാട്ടുണ്ട് അവിടെ കൊള്ളുക്കാരൻ. ഇനിയുള്ള പരിപാടി എന്ന് അറിയണത് ഈ ജനലും കാര്യമൊക്കെ തുറക്കണം. ഒരാൾ കൂടിയിരിക്കണം. കൂടി കഴിഞ്ഞ ആഴ്ച എന്തേലും കണ്ടോ ഒപ്പം മറിച്ചിടും ബക്കറ്റ്. ഓൻ തെറ്റിയൊക്കെയാണ് ഓനെ കൂട്ടണം എന്ന് പറഞ്ഞത്. കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നക്കാരോ ചെറിയ തുണി എടുത്ത് കൊടുക്കണം. അങ്ങനെ എവിടെയെങ്കിലൊക്കെ തോത്തി നനച്ച് നിന്നോളും. അപ്പം ഇനി ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചാൽ പുറത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഉള്ളിൽ കൂടെ അങ്ങനെ പോയി അടുക്കളയിൽ കൂടെ ഇങ്ങനെ അവസാനിപ്പിച്ചാലോ. ഉമ്മച്ചിക്ക് എനിക്ക് വേറെ തുണി തരാം കേട്ടോ. വേറെ തുണി തരും. നമ്മളാക്കൊരു ചെറിയ തുണിയൊക്കെ കൊടുത്ത് വെള്ളം ചിന്തല്ലേ. എങ്ങനെ തുടക്കഞ്ഞ് ഏന്തിച്ചൊക്കെ തുടക്കുന്നുണ്ട്. ഉണ്ടോ അവിടെ? ഞാൻ തോത്തിയതാവുമ്പോ വള്ളതായ ജന ഉഗ്ഗും. അപ്പം ഇനി ഞാൻ ഈ ജനല് തുടക്കൽ കഴിഞ്ഞിട്ടോ. അപ്പം ഇനി ഓരോന്നോരോന്നായി തോത്തട്ടെ. അപ്പം നേരെ 2 മണി ചെറിയ പള്ളിക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് ഐസാണ് പറഞ്ഞേനെ അയച്ചിട്ട്. അപ്പം ഈ ജനലും കാര്യമൊക്കെ തുടച്ചു. ബാത്റൂമിൻ്റെ വാതിൽ ഇങ്ങനെ അത് പിന്നെ കർട്ടൻ്റെ കോല് ഫേനിച്ചെത്തൂല ചെറിയ പൊന്നിട്ട് അലമാര. അപ്പം അലമാരയും കാര്യമൊക്കെ തോത്തി ഇതാക്കി കഴിഞ്ഞ് ഇനി ചോറൊന്നല്ലേ അറിയാപ്പോ ജ്യൂസ് കുടിച്ചേക്കാരം അല്ലേ? നമുക്ക് ചോറോ ചെറിയ അപ്പൊ തുറക്കാതെ വരെ കിട്ടിയിട്ടില്ല പള്ളിക്കോയോണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷകൾ മാത്രം. ചെറിയാപ്പൂന്റെ സ്വന്തം നട്ട് വളർത്തിയ ചിക്കുവാണ്. ചിക്കുണ്ടില്ലേ ഇത് നമ്മള് ഓരോന്നോരോന്നായി തേങ്ങ ഇത് നമ്മൾ ഓരോന്നോരോന്നായി അടിച്ചു വെക്കുന്നു കുടിക്കുന്നു. ഹെൽത്തി. അപ്പൊ ചോറിന് ചുണ്ടുമ്പോ ഒരു ഇതാറുണ്ട് കറമൻ. ചോറിന് ബീഫുണ്ട്, വെണ്ടക്ക കറി ഉണ്ട്. എല്ലാത്തിലും കൈ അങ്ങനെ വന്നിട്ട് ഞാൻ ഇനി ബാക്കിയുള്ള റൂം തുടക്കിലിറങ്ങട. പാട്ടടിക്കോ? അങ്ങനെ ആദ്യമായിട്ട് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ജനലുമ തുടക്കാണ്. അല്ലേ ഞാൻ കായ്ക്കാരെ മറ്റേ ബംഗാളിയാക്ക് പൈസ എടുക്കാതെ കൊണ്ടുവന്ന പോലെ മുഖല്ലേ അങ്ങ് എങ്ങനെയാണോ അമ്മാതിരി മോന്തിയാണ് ഇപ്പൊ ചെറിയ പോണ്ട്. ഇഷ്ടല്ലാതെ പിരാഗി പറഞ്ഞിട്ട് ചോടയിലേക്ക് എടുക്കാനേക്കൂലെന്ന് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു. ഈ ഒരു ജനലും ഉണ്ടിഞ്ഞ് നല്ല തൊടയട്ടോ. ഞാൻ ഒലുമ്പി കൊടുത്തത് പിന്നെ വള്ളത്ത് മുക്കിയിട്ടില്ല. കുമ്പിടാൻ മടിച്ചിട്ടല്ല, മുക്കണെങ്കി കുമ്പണ്ടേ, മുക്കണെങ്കില് കുമ്പണ്ടായത്. ഈ ക്ലോക്ക് ഊരണം, അത് കിട്ടൂലേ? ആ ഊരി തുടച്ച അവിടെ തന്നെ വെക്കാനാണ്. ഏച്ചു പോകുമ്പോ കൊണ്ടുപോകാനല്ലേ അറിയാമോ? എന്താ അപ്പൊ ഈ പെണ്ണുങ്ങളെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പെണ്ണുങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിച്ചില്ല. ഞാൻ തുടച്ചു സൺസൈഡ് ആ റൂമിലൊരു കുഞ്ഞ റാക്കുണ്ട്. ആ പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണേ. അത് വെള്ളം മുക്കി അതിന്ന പെട്ടെന്ന് പോകുകയെ, അതാണ് മുക്കാൻ പറയുന്നത്. ഇന്നത്ര പണിയില്ല. നമ്മുടെ എറണാകുളം ഹോസ്പിറ്റലില്ലേ, ക്ലീനറുടെ സൂപ്പർവൈസറിന് ഇന്നോടാണ് ആരാറിനെ അവിടെ എഴുതി വെച്ചോ? തുടക്കല്ലേ? അതിന് നിങ്ങളല്ല ചെറിയാവോ? അല്ല അതിന് നിങ്ങളാ കറക്റ്റ്.
ചന്നി തളാളാണ് നമ്മൾ പണിപ്പിച്ചതല്ലാതെ. രാവിലെ തൊട്ടൊരു മുണ്ട് തോർത്തിട്ടിട്ടുണ്ട്. ഞാൻ പെരപ്പെരാണ്ട് പറഞ്ഞ പള്ളി പോകോളായിരുത്തിരുന്ന്. നോമ്പ് 30 നോക്കും ഇതൊക്കെ നന്നാക്കിട്ട്. പിന്നെ 31 നോക്കും. എന്താ 30 നോമ്പണായ നനച്ചൊളിച്ചിന്റെ ഒരു കുറവില്ല. നോമ്പ് 30 നോറ്റാ മതി. നോക്കല്ലേ ഞാന് പറയാ നിങ്ങളില്ലാതെ ഡീസന്റ് നോക്കലുണ്ട് ഞാന്. എന്തേ ആകെ നോക്കും ഞാൻ. നിങ്ങൾ നോക്കുവോ? എന്നിട്ട് ആരും കാണാതെ ഹോട്ടലിൽ പോയി പൊറാട്ടൊന്നും. മനസ്സൊക്കെ ശുദ്ധിയാക്കി ഫസ്റ്റ് അതാണ്. ഇവിടെ ചെന്നെല്ലാം ഉണ്ടാക്കുമ്പോ അവിടെ പൊട്ടു. പുറത്തുനിന്ന് ക്ലീൻ ആക്കണ്ടേ? ഇതന്നെയുള്ളു പുറത്തു കൂടെ. നിങ്ങൾ ഈ ഫാനും ബ്ലോക്കും ഈ ലൈറ്റൊക്കെ തോറ്റിരുന്ന അടിയതേപ്പോ മേലെത്തി അടി കഴിഞ്ഞ് പെട്ടെന്നാട്ടോ. അതാണ് നേരത്തെ ആ സാധനം എൻ്റെ അടുത്തുനിന്ന് ചാടിയപ്പോ അന്റെ തള്ള എന്താ അതിനോട് പറഞ്ഞേ കേടെത്തിന്ന് എന്തോ. സ്വപ്നം കണ്ടാലും കാക്കം പോലെ പെയിന്റാണ് പൊടിയല്ല. ക്യാമറ കുറച്ച് നേരമാടെ ഓണാക്കട്ടെ. അല്ലെങ്കിൽ അവിടെ പോയി ഒറ്റ പൊലിച്ചിത്തര കാട്ടിട്ട് പൊടിയൊക്കെ തട്ടുണ്ട്. അതൊക്കെ എന്താ മൂലൊക്കെ വെക്കണ്? ഞാൻ ഉണക്ക വെക്കണ്. അതെന്തായി ഇന്നത്തുനിന്നാണെങ്കിൽ ഞാൻ വേഗം കൊടുത്ത് പോകേണ്ടി. ഞാൻ ഇപ്രാവശ്യത്തെ നോമ്പ് നിങ്ങളെ പേര തീയിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പിന്നെ മാണ്ടയില്ല. അടുത്ത കുഴിച്ച അതൊന്നും കളപ്പ് കൂട്ടൂല. നല്ല പണിക്കാരനാണ്. 500 റുപ്യ കൂലി കൊടുത്ത ഈ നോമ്പ് പണിക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ. ഞാൻ ചെറിയാപ്പൂനെ മുറ്റത്ത് കൊണ്ടുവന്ന് നടക്കും. വൈകുന്നേരം ആകുമ്പോ ഞാൻ വരുള്ളൂ. എന്നെ പറഞ്ഞേ താത്താരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടെ ഞാൻ കൊണ്ടാക്കിയാ മതിയില്ലേ. അവിടുത്തെ പണി എടുത്തെടുത്ത 1000 1500 നിങ്ങൾ പോകുമോ? 500 വണ്ടിക്കൂലി. ഞാൻ അല്ലതേ കളി മാറ്റി പിടി. താത്ത അപ്പൊ ശരിയാക്കട്ടോ. ഊപ്പരാജാ നിക്കോളൂ. ആക്കണോ? അല്ല ഇവിടെ നിന്ന് ആക്കിയിട്ട് ഇന്ന ഇവിടുന്ന് ആരാ കഴിച്ചിലാക്കാൻ ആലോചിക്ക. ഞാന് വേറെ ആക്കണേ ആണേ. എന്താ കാട്ടണേ നയിച്ചണേ. ഈ ഒരു ഇത് പൊന്നിച്ച് നിങ്ങൾ ഇനി എത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കും? ഞാനിവിടെ കാട്ടിക്കൂട്ടിയത് ബിഗ് ബോസിന്റെ CCTV ആദ്യം എന്തേലും ഉണ്ടെങ്കിൽ ആ ഇത് കാട്ടി കൊടുത്തേനി കണ്ടോ. അതിനാ എന്താ ഞാൻ കാട്ടിയേ? പടച്ച റബ്ബേ, ഇതിപ്പോ നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾ വന്നല്ലേ അല്ലേ? നിർബന്ധിച്ചു വെറുതെ പറയുന്നത്. അതാണ് വള്ളത്തില് മുക്ക് അറിയണ. അപ്പൊ വള്ളം അതും പാടെ കൊണ്ടേക്കോളൂ. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ചെറിയ അപ്പൊ ബക്കറ്റ് ഇതവിടെ ഉണ്ടേ. ഇതവിടെ ഇതേ മറ്റേ ഗ്ലാസ് തുറക്കാം. പേഴ്സണല്ലേ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇത് കഴിഞ്ഞിക്കണ. എന്നാലും ഇതില് വന്ന് തോത്തിട്ടില്ല എന്നുള്ളു. വെറുതെ ഒന്ന് മിന്നാതി. ഇല്ല ഇതാക്കണ അവിടെ ഇല്ല. അത് ഞാൻ ലാസ്റ്റ് എല്ലാ റൂമിൽ കൂടി വന്നപ്പോഴല്ലേ കണ്ടേ. ഇന്നെടുക്കിട്ടോ ഞാൻ ചോറുന്നട്ടെ. ചെറിയപ്പോ ജ്യൂസിന്റെ ബലം കൊണ്ട് നിക്കാണ്. നിങ്ങള് വേണ്ട പറഞ്ഞിട്ടല്ലേ?
ഞാൻ രാവിലെ ചായ കുടിച്ചാണ് 2:30 മണി. പോയി ചോറിനോടി ആ സമാധാനായിക്കോ. ഇത് കഴിഞ്ഞിട്ടോ ഇഞ്ഞെന്താ? ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫാന് അവിടുത്തെ ലൈറ്റ് അങ്ങനത്തെ ഒക്കെ ഉള്ളു. ആ ക്ലോക്ക് ഊരിക്കളി. പിന്നെ എന്നാ വാർപ്പിന്റെ മേലത്തെ ജനല് ജനല് ചെറിയപ്പോ ഞാൻ അതിൽ അപ്പുറത്ത് കൂടെ ഇറങ്ങിട്ട് അവിടെ തൂങ്ങിന്ന് കേൾക്കല. നിങ്ങൾ അതൊക്കെ പറയും. അവിടുത്തെ പെരിയത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നാണ്. റീൽ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ്. ആ ആ മരുവനെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇവിടെ പല റൂമില് രാവിലെ നിറച്ച് ചോരയാണോല്ലോ. എവിടെ എങ്ങനെ വന്നത് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ആകെ ചോരക്കളിയാണോല്ലോ. ആ എന്നിട്ട് ആകെ ചെക്ക് ചെയ്ത് ആകെ ചോരയാണോല്ലോ. നിലത്ത് കൂടെ ആകെ ചോര. ഇപ്പാന്റെ മേത്ത് എല്ലോടും നോക്കി മേത്ത് എവിടെ മുറിയില്ല. ചോരയാണ് ആകെ മണക്കുണ്ടായിന്ന്. ഇല്ല അമ്മ ആകെ നോക്കിയായിരുന്നു. ഞങ്ങളോട് പറയാൻ മറന്ന. എവിടെ ആ എക്സസൈസ് ഇതെങ്ങാനും വന്ന് അടിച്ചിട്ടേ എവിടെ അമ്മാതി അവന്നൊക്കെ എങ്ങനെ ചോരല്ല. ഇല്ല വന്ന് നോക്കിയപ്പോ അവന്നൊന്നും ഇല്ല. ഇതേ അമ്മാതിരി വരവല്ലേ വരിക. ഇതാ അടിച്ചിട്ടാണോ ഇവിടെ. പക്ഷെ മുറിയില്ല, ചോരുണ്ട്. അതിനാകെ ചോരീന്ന് ഇപ്പ കരിയാണ്. മുറില്ലാന്ന്. അത്ഭുതാണ് എല്ലാവർക്കും. എവിടെ എന്താ അറിയണില്ല. നോക്കി ഇമ്മ തിരിച്ചു മറിച്ചൊക്കെ കടത്തി നോക്കി. ഞാൻ വരുന്ന കേസ് തോച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. അവിടെ അതിനൊന്നും കുഴപ്പല്ലേ. ഇപ്പഴ കട്ടിമ കൂടിയല്ല നിലത്ത്. പിന്നെ പള്ളി കൂടെ മൂക്കും കൂടി ഒറ്റ വന്നിട്ടുണ്ട്. ആവില്ല ചെറിയ ഒരു മുറിയാറില്ല. നാളെ തൂണില്ലേ അങ്ങനെ ചോദന ആ മുറിയുണ്ട്. പിന്നെ മറ്റേ കളർ വെള്ളം പറഞ്ഞു ഓനിപ്പൊ കൊഞ്ഞാടിയിൽ പേടിച്ചപ്പോ തന്നെ ചോരാറിന പേടിയാ. ഇവിടെ ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കണത്. നിങ്ങൾ എത്ര കൊല്ലം മുന്നേ സോഫ കമ്പനിയിൽ അറിയപ്പോ കർട്ടൻ ഫിറ്റിംഗും ഇല്ലേനിയോ? കർട്ടന്റെ പരിപാടി പറയേ. അറബിയാള് വരിയില് പോയിട്ട് ഇപ്പൊ ടച്ച് ഇട്ടിക്കണം. ഇപ്പൊ അങ്ങോട്ട് ഇടാനാണ്ട് അറിയില്ല. ഇത് ഭർത്തിയാണോ? അങ്ങനെ ഇതൊക്കെ ഇവിടെ ഇല്ല. കർട്ടൻ കൊണ്ടുപോയി ഇട്ടതാട്ടോ. ഇവിടെ ഞാൻ കുഴങ്ങി. അപ്പൊ ഇപ്പൊ തന്നെ അത് ഇടാവൂലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇടാ വിചാരിച്ചു. പിന്നെ കർട്ടനും കാര്യം ഇവിടെ ഏതേലും ഇപ്പൊ കളറ് കാപ്പി. ഇത് നഞ്ഞ് പൊന്തിച്ചുമ്പോഴാണ് പറഞ്ഞ. ഏതാ കാപ്പി? ആ ഏതാ? ഇതേതാ?
സ്ലോ സ്ലോ ഷൂ റൂമൊക്കെ സെറ്റപ്പ് ആയി. ഫാനില്ലേ? ഇനി നാളെ നിങ്ങൾ പറഞ്ഞേ വൃത്തിയാക്കി തരാന്ന്. ഫാനും ലൈറ്റ് തുടച്ചു തരാന്ന്. നാളെ നേരം പോലത്തെ അവിടെ ഉണ്ടോ അല്ലേ? അത് ഇടാൻ കഴിഞ്ഞറിയപ്പോ ആ ബേക്ക് ഞാനൊന്ന് എടുത്തേച്ചിന്. അതില് തോണാനാ കാണാനല്ലേ ഇനി. അങ്ങനെ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്. നനച്ചുള്ളി ഇറങ്ങിയിട്ട് ഇന്നക്ക് രണ്ടാമത്തെ ദിവസം. കൊയങ്ങിയോ? ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ പാനം കേട്ടോ. ഞാൻ ഇന്ന് ഈ ജനലും മേലത്തെ അലമാരയും കാര്യമൊക്കെ തുടച്ച് എങ്ങനെ തുടച്ച് വിചാരിച്ചാല് ചത്തുക്കണ കേട്ടോ. ഇതിലെങ്ങനെ ഇറങ്ങി ഇവിടെ തൂങ്ങി തുടച്ച് ഇതും കാര്യമൊക്കെ വൃത്തിയാക്കി. ഇന്ന് ബെഡ്ഷീറ്റ് സോഫ വിരിയും ചവിട്ടിയും ഒക്കെ വലിച്ചിട്ട്. വെയിലുണ്ടേ, വെയിൽ നല്ല വെയില. ചെരുപ്പതാ ഞാൻ മറ്റിട്ടോളാം. അസിസ്റ്റന്റ് അറിയണത് ഭയങ്കര മടിയുള്ളൊരു ആളായതുകൊണ്ടേ അത് നല്ല വറക് മേലെ കൊണ്ടുവന്നിട്ടു. ആ ചതലടിച്ചില് ഇന്നലെ പൊടിയൊക്കെ ആകെ വലിച്ച് മൂക്ക് കയറി. മാസ്ക് ഇട്ടിട്ട് ശ്വാസം മുട്ടൽ തുടങ്ങിയിരിക്കണം. എന്നാലും എന്താ അതൊക്കെ എന്താന്നില്ലൊരു ചോദ്യം കേട്ടക്കണില്ലേ? നിങ്ങള് കേട്ടീനിയോ? ഇല്ലല്ലോ. നിങ്ങള് കേട്ടീനി? ഇനി ആശുപത്രി പോണെന്ന് അറിയാന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഇന്നലെ ശ്വാസം കിട്ടുക ഭയങ്കര അടങ്ങേറ്. നെഞ്ഞ് എന്തോ കല്ലില്ലാതിരി. പിന്നെ വിക്സൊക്കെ തേച്ച് കടന്നപ്പോ ആദ്യം കാട്ടിയതിനി ഉറപ്പേനി ഇങ്ങനെ ഉണ്ടാവുന്ന. ഞാൻ ചവിട്ടിയും കാര്യം ഒന്ന് തിരുമ്പാങ്കല്ലുമ്മക്ക് വെച്ചെന്നാ മതി. ആ അത് വെള്ളം പാർന്നിട്ട് ഭയങ്കര കനിയല്ലേ ഒരതീക്കണേ. ഇനി തിരുമ്പാങ്കല്ലുമ്മ കൂടെ വെള്ളം പാർന്ന് ഇങ്ങനെ കുത്തനക്കാന്. വൃത്തിയിടലും തോരിടലും നല്ല വൃത്തിയാ. അതുകൊണ്ടാണല്ലേ പ്രാക്ടീസ് ആയോണ്ട്. അത് നിങ്ങൾ ഗൾഫിൽ നിന്ന് തോരിട്ടോണ്ട അല്ല ഒന്നല്ല. ആ എത്തിയ കാണിന്നില്ലേ അങ്ങനെ ഫോണോടെ ഫുള്ള്. ഇനിയിപ്പോ മൈജിയിലുണ്ടോ തിരുമ്പല്? എവിടെ? ആ ഇന്നാകെ വലിച്ചു വാരിയിട്ട് തുടക്കലും കാര്യമൊക്കെ കഴിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി. അടുക്കളന്റെ ലുക്ക് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് ഫ്രിഡ്ജ് നന്നാക്കി. ആ കുപ്പി ആണ്ടില്ലേ അപ്പൊ ചെരിഞ്ഞെന്നാതേന്. പിന്നെ പോയോണ്ട് വീഡിയോ കട്ടായി പോയി. അങ്ങനെ ഇവിടെ ഇത് കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇവിടെ ഞാൻ തൊട്ടിയില്ല. ഇവിടെ കുഴങ്ങി. ഇനി ചവിട്ടിയാള് ഇതാ ചെറിയപ്പോ ഞാൻ പറഞ്ഞ തിരുമ്പാങ്കല്ലുമ്മ വെച്ചെന്നാ മതി. വെള്ളം പറഞ്ഞോളാം. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വെള്ളം മുക്കി പറഞ്ഞു തരാണെങ്കിൽ അത് പൊന്തിച്ചു നോക്കി. ഞാൻ പുറത്ത് വിളിച്ചോ? ആ നേരെ വെക്കുന്നിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചോ. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പാർന്നിട്ട് അവിടെ ഒഴിച്ചല്ലേ. എന്നാ അവിടെ വെക്കി. എന്നിട്ട് അതിന്ന് കിണറ്റിന്ന് മുക്കി പാര. ആ ആ എന്റെ അഭിപ്രായത്തില് കെട്ടിയോമാരെ പെരിയിൽ ഒരു പണി എടുക്കാക്ക. ഓള് പണിയെടുത്തില്ല എന്നുള്ള കുറ്റേ നമ്മള് കേക്കുള്ളൂ. എന്റെ അമ്മായിമ്മ ഡീസന്റ് ആയതുകൊണ്ട് മാപ്പിള അമ്മായിമ്മയാണ്. അതവിടെ കളിച്ചാണ് കണ്ടോ. എത്ര നാല് ചളിയാ പോയതെന്നറിയോ? ഇതിൽ ചളിയാവും.
നേരത്തെ ചവിട്ടി വളം അങ്ങനെ ചവിട്ടിയതിന് ചളിയാവൂല. ഇന്ന് ചെരുപ്പിട്ട് ഇറക്കാൻ എല്ലാവർക്കും ഉള്ളു കൂടെ. അങ്ങനെ തന്നെ ആ ഇവിടെ വെക്കണ അതിന്റെ മേലെ വെള്ളം വന്നാൽ മതി. അതല്ലേ അതിനല്ലേ ആ ഇഞ്ഞ അവിടെ വെക്കുക എന്നിട്ട് വെള്ളം പാരുക. ഞാൻ പിടിച്ചതാ കുടിച്ചണ്ട ഇതൊക്കെ ഉണ്ട് വെറുതെ എന്നെ അഭിനയിച്ചാണ് കജൂല പറഞ്ഞിട്ട്. ഒരതിയൊക്കെ കഴിഞ്ഞേ എന്നെ കയ്യേറ്റ് ഇങ്ങനെ ആക്ക് ഇവിടെ നിർത്തി. അങ്ങനെ ആയിക്കോണ്ടിട്ടോ എന്റെ കൈമ മുറിയാണ്. ഒന്ന് കഴിച്ചിട്ടറിയാം ഞാൻ കുട്ടീന്ന് പോകാ. അതല്ലേ ഇതതിന്റെ മേലൊക്കെ ഇത് ഫസ്റ്റ് വർക്ക്. എന്നിട്ടോ ഇതൊക്കെ ഓ ചവിട്ടിയതാണ്. ആദ്യം ചവിട്ടിയാണ് ഇതൊക്കെ. അനവ് ചവിട്ടിട്ടാണ്. അപ്പൊ നിങ്ങള് കൂടി തരൂലേ? എന്തിന് ഇതിന്റെ കൂടെ ഇതിങ്ങനെ അടുത്ത ഇതിന്റെ മേലെ. അതെ അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസം ഇപ്പൊ വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടോ. കഴിഞ്ഞില്ലേ നമ്മള് പണിയെടുത്തിട്ട്. ഞാനും ഓളും നല്ല കൂടി തന്നിടക്ക് ഈ കൊര എന്താ പറയാ അതിനോട് ഞാൻ നല്ല ആളായിട്ടൊക്കെ പാടെ വലിച്ചിട്ടുണ്ടാ. കുറച്ച് എടുത്താൽ മതി പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞോ കുറച്ചായാലും കൂടുതലായാലും ഞാൻ തന്നെ തോരടാ മേലക്ക് ബക്കറ്റ് കൊണ്ട് ഞാൻ പോണില്ലേ. തോരട്ടല്ലേ ഇവിടെ ഇപ്പൊ ആസ്മുള്ള ആൾക്ക് നല്ല അത്രല്ലേ എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളില് ഇന്ന് ഇവിടുത്തെ സ്കൂളിൽ പരിപാടിയാണ്. കുറച്ച് അതിന് പോണ്ടോ? അതോ അപ്പൊ ഇന്നത്തെ വീഡിയോ നോമ്പ് മണി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഉള്ളു. ഇനി ഉണ്ടാക്കാണ് പേനയിലേറ്റ് അങ്ങനെ. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.